നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അധ്വാനിക്കാതെ ഈ സുഖങ്ങളെല്ലാം നീ ഇന്ന് അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നീ ഈ അമ്മയുടെ സ്വന്തം മകനായതുകൊണ്ട്. അതുകൊണ്ട് മാത്രം. സ്വന്തം മകനല്ലാതിരുന്നിട്ടും നിന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ അമ്മയുടെ മനസ്സിന്റെ മഹത്വമുള്ള അമ്മയുടെ മകനായിരിക്കുമ്പോ അഭിമാനം തോന്നണം. ഞാൻ ഈ പറഞ്ഞതിന്റെ എല്ലാ അർത്ഥം ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് അറിയണമെങ്കിൽ ബന്ധങ്ങളുടെ വില എന്താണെന്ന് നീ തിരിച്ചറിയണം. എന്താ നിനക്കിനൊന്നും സംസാരിക്കാനില്ലേ? ഇല്ലെന്നാ ഏട്ടാ, ഇവനോട് സംസാരിച്ച് ഏട്ടന്റെ വിലപ്പെട്ട സമയം കളയണ്ട. കോടതിയിൽ പോവേണ്ടതല്ലേ? ഏട്ടൻ വന്ന് റെഡിയാവ്. വാ ഏട്ടാ, വാ, വന്നേ. വെറുതെ എന്തിനാണ്? എനിക്കൊന്നും കേക്കണ്ട. രാഹുൽ, ഈയിടെ ഏട്ടെ നിന്റെ അഹങ്കാരം അല്പം കൂടുന്നുണ്ട്. മഹിയെ കൊണ്ട് അത്രയും പറയിപ്പിച്ചപ്പോ നിനക്ക് സമാധാനായല്ലോ. ഈ അപമാനം ഞാൻ മറക്കില്ല. ഇതിന് കാരണം നിങ്ങളാ. ഇവൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ആന്റി. ആന്റി വിഷമിക്കണ്ട. ഈ വീട്ടില് സന്തോഷവും സമാധാനവും കിട്ടാൻ ഒരു പരിഹാരമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഞാനേ അമ്മയും കൂടെ പോയി വിളിച്ചോണ്ട് വരാം. ആന്റി വാ. ഭഗവാനെ, ഈ ഭവനത്തിലെ സർവ്വദോഷങ്ങളും അകറ്റി ഈ കുടുംബത്തിൽ ഐശ്വര്യം വന്ന് വിളയാടണേ. പ്രാർത്ഥിക്കുമോളെ. ഭഗവാനെ, ആ ഗൗരിയുടെ ശല്യം ഈ വീടിനകത്തുണ്ടാവരുതേ. ഈ മണി കെട്ടുന്നതോടെ അവൾക്ക് ഇതിനകത്ത് കാല് കുത്താൻ കഴിയാതാവണേ. അവൾക്ക് എന്നെ തൊടാൻ കഴിയാതെ പോണേ. നാത്തൂനെ, ഇനി ഐശ്വര്യായിട്ട് നാത്തൂൻ തന്നെ ഈ മണികെട്ട്. ദാ ഈ ഭവനത്തിന്റെ രക്ഷാകവചം. വേഗം കെട്ടിക്കോ നാത്തൂനെ. ആന്റി, മണി കെട്ട്. ഈശ്വര, മഹേശ്വര, എന്റെ നാത്തൂന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവണേ. ഇനി ആ ഗൗരി ഇതിനകത്ത് കാലുകുത്തിയ കത്തിക്കരിഞ്ഞ് ചാമ്പലാകണേ ഭഗവാനേ. ഇങ്ങനെയൊരു രക്ഷാകവചം വീടിന് മുന്നിൽ കെട്ടാൻ കഴിഞ്ഞത് നന്നായി. ഇന്നത്തെ ദിവസം തന്നെ ഇത് ചെയ്തോണ്ട് മഹിയുടെ കേസിൽ അനുകൂലമായ വിധി ഉണ്ടാവുന്നതിന് പ്രതീക്ഷിക്കാം. അക്കാര്യത്തിൽ പ്രതീക്ഷ വേണ്ട നാത്തൂനെ. അതെന്താ? എന്തിനാ പ്രതീക്ഷിക്കുന്നേ? ഉറപ്പായും വിശ്വസിക്കാം. ഈ രക്ഷാകവചം ഇവിടെ കെട്ടിയതുകൊണ്ട് മഹി കേസ് ജയിച്ചിരിക്കും. ഈ നിവേദ്യം മഹിയേട്ടൻ എങ്ങനെ കൊടുക്കുന്നത്? മഹിയേട്ടന്റെ മുറിയിലേക്ക് പോയാലോ? നീ ഇവിടുന്ന് പോയില്ലേ? അത് പോവാനിരുന്നതാ. അപ്പഴാ ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് ഓർത്തത്. ചൊവ്വാഴ്ച ഒരു വീട്ടിന്ന് ഇറങ്ങിപ്പോയിക്കൂടാന്നാ പറയുന്നത്. ഇറങ്ങിപ്പോകുന്ന ആളിന്റെ കൂടെ ആ വീടിന്റെ ഐശ്വര്യവും പോവും. അതുകൊണ്ടാ ഞാൻ പോവാതിരുന്നത്. കയ്യിലെന്താ? ഇത് പായസ ഞാനുണ്ടാക്കി ശ്രീ മഹേശ്വരനെ നിവേദിച്ചതാ. ശ്രീ മഹേശ്വരന്റെ നിവേദ്യം കഴിച്ച എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും വിജയിക്കും. ഞാൻ ഈ പായസം മഹിയേട്ടന് കൊടുത്തോട്ടെ? വേണ്ട, നീ ഇത് കൊടുക്കണ്ട. ഇതൊക്കെ ചെയ്യാൻ നിന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ? എനിക്ക് സ്വയം തോന്നി ചെയ്തതാ. നിനക്ക് സ്വയം തോന്നിയിട്ട് ചെയ്തതാണെങ്കിലേ ഈ പായസം നീ തന്നെ കഴിച്ചാ മതി. ഇതിൽ അവൾ എന്തെല്ലാം ചേർത്തെന്ന് ആർക്കറിയാം? അയ്യോ, ഇതിൽ അനാവശ്യമായിട്ട് ഒന്നും ചേർത്തിട്ടില്ല.
അരി, പാല്, വെണ്ണ, കൽക്കണ്ടം, മുന്തിരി. നിർത്ത. ഇപ്പൊ നീ പായസം ഉണ്ടാക്കിയതിരിക്കട്ടെ. അനുവാദം കൂടാതെ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. ഇത് മഹിക്ക് കൊടുക്കണ്ട. പറഞ്ഞത് കേട്ടല്ലോ. അവളുടെ ഒരു പായസം എവിടെയെങ്കിലും പോയിരുന്ന് നീ തന്നെ കുടിക്കടി. ശ്രീ മഹേശ്വര, ഈ നിവേദ്യം മഹിയേട്ടന് കൊടുക്കാൻ ഇവരാരും സമ്മതിക്കുന്നില്ലല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? നീ എന്താലോചിച്ചോണ്ട് നിക്കുക? ഒന്നുമില്ല. ഓ ഓ ഇങ്ങനെ ഒരു സാധനം. ആ വാടാ, കേറിയിരിക്കും. ഇരിക്കുന്നൊന്നുമില്ല. അല്ല, നീ ഇതുവരെ റെഡി ആയില്ലേ? നിന്നെയും കൊണ്ട് കോടതിയിലേക്ക് പോകാനാ ഞാൻ വന്നത്. നിന്റെ കേസിന്റെ വിധി പറയുന്ന ദിവസം ഇന്നാണെന്ന് നീ മറന്നുപോയോ? ആ മറന്നിട്ടൊന്നുമില്ല, എന്തോ ഒരു ടെൻഷൻ. എന്തിനാടാ ടെൻഷൻ? ഞാനില്ലേ കൂടെ. പിന്നെ സത്യം നിന്നോടൊപ്പമായിരിക്കും. നീ തന്നെ ഈ കേസ് വിജയിക്കും മഹി. വക്കീലേ, ഈ കേസിന്റെ കാര്യത്തിനായി കോടതിയിൽ മുമ്പ് പോയിട്ടുള്ളപ്പോഴെല്ലാം ഇതാ ഇവന്റെ അവസ്ഥ. ആവശ്യമില്ലാത്ത ടെൻഷനാ. മഹി, നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തല്ലേ ഈ കേസിന്റെ വക്കീൽ. പിന്നെ എന്തിനാ മോനെ നീ ടെൻഷൻ ആവുന്നേ? ഇവൻ എന്റെ സുഹൃത്തായതുകൊണ്ട് കോടതി എന്നോട് കരുണ കാണിക്കണമെന്നില്ലല്ലോ അമ്മേ. ഇന്ന് കോടതി വിധി പറയുമ്പോ അത് മഹിയേട്ടനെതിരാവുന്ന മഹിയേട്ടന്റെ പേടി. മോനെ, തെറ്റ് ചെയ്യാത്തവരെന്തിനാ പേടിക്കുന്നത്? തെറ്റിദ്ധാരണ കൊണ്ട് ചിലര് വിഷമിപ്പിച്ചേക്കാം. സത്യം പുറത്തു വരുമ്പോ ആ തെറ്റിദ്ധാരണയെല്ലാം മാറും മോനെ. കേസിന്റെ വിധി മഹിക്ക് അനുകൂലമാവുന്ന എന്റെ വിശ്വാസം. കാരണം മഹി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ ഒരു കോടതിയും തയ്യാറാവില്ല. അവരുടെ വക്കീൽ അല്പം കുഴപ്പക്കാരനാണല്ലോ. അയാൾ ഇന്നേ ദിവസം മഹിക്കെതിരെ അനാവശ്യമായി മറ്റേതെങ്കിലും ആരോപണമായിട്ട് വരൂ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കോടതിക്ക് മുന്നിൽ നിലനിൽക്കില്ല. കോടതിക്ക് ആവശ്യം തെളിവും സാക്ഷികളുമാണ്. ഈ ആരോപണങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അടുത്തു വർഷം ഒന്ന് കഴിഞ്ഞില്ലേ? ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഇങ്ങനെ പഴി കേൾക്കാൻ വയ്യ. വിഷമിക്കാതടാ, ഇതിനെല്ലാം ഇന്നത്തോടെ പരിഹാരം ഉണ്ടാവും. നീ കോടതിയിലേക്ക് പോകാൻ റെഡിയാവും. ഞാൻ വെയിറ്റ് ചെയ്യാം. ചെല്ലടാ. വക്കീലെ, മഹിയേട്ടനെ കോടതി ഇന്ന് ശിക്ഷിക്കില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? മഹി ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ആ സത്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഗൗരിയുടെ മരണത്തിന് പിന്നിൽ അവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്ന പോലെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതാണ്. ആ സത്യം എന്നെങ്കിലും പുറത്തു വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.